Hi guys, welcome to my channel Arcade Quest. ഈ ആർക്കേഡ് ക്വസ്റ്റ് എന്ന ചാനലിലെ ആദ്യത്തെ ഗെയിമിംഗ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആദ്യം ഏത് വീഡിയോ കളിക്കണം, ഏത് ഗെയിം കളിക്കണം എന്ന ഒരുപാട് ആലോചനയിൽ ഒരു സിമ്പിളായ ഗെയിം സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ധൈര്യത്തിൽ ഞാൻ തുടങ്ങുന്ന ഗെയിമാണ് ക്ലൈംബ് ആൻഡ് ജംപ് ടവർ. റോബ്ലോക്സിന്റെ ക്ലൈംബ് ആൻഡ് ജംപ് ടവറിലേക്ക് അപ്പൊ ഞാൻ കയറാൻ പോവുകയാണ്. ഹലോ മുത്തുമണി, നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഈ കളി കാണാൻ വരുമെന്ന പ്രതീക്ഷയോടെ നമ്മളിതാ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ പോയിട്ട് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ബാക്കിയുള്ളവരൊക്കെ അങ്ങ് മുകളിൽ എവിടെയൊക്കെ എത്തി കേട്ടോ. നമ്മളിവിടെ താഴെ കയറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ജമ്പ് ചെയ്യാൻ ജംപ് ഡൗൺ ടു ഗെറ്റ് 90 ഇത്രയൊക്കെ കിട്ടുമെന്ന്, ഇത്രയും കേക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഒന്ന് ചാടിയാലോ? അതേ കുറച്ചുകൂടെ ചാടിക്കളയാ. ഞാൻ ചാടിയിരിക്കുകയാണ്, തറയൊന്ന് പതിച്ചിരിക്കുകയാണ്. നമുക്ക് 256 കേക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മളിതാ വീണ്ടും നമ്മളെ ഇത് പെറ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമുക്കിപ്പോ കിട്ടുന്നത് ബെഡ് വിങ്സ് എന്നത് തന്നെ നമുക്ക് കിട്ടും. നമ്മളത് ക്ലെയിം ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ സ്പീഡ് അപ്പൊ കൂടിയിട്ടുണ്ടാവും. നമുക്കിതാ വീണ്ടും ക്ലൈംബ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അപ്പൊ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോ ക്ലൈംബ് നമുക്ക് ഓപ്ഷൻ ഇപ്പൊ എടുക്കാവുന്നതാണ്. ഓട്ടോ ക്ലൈംബ് ഇപ്പൊ ഞാൻ എടുക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോ ക്ലൈംബ് എന്ന ഓപ്ഷനാണ് ഇപ്പൊ ഇന്ന് കിട്ടിയത്. ഈ നേരത്തെ കയറിയിൽ നിന്ന് നമുക്ക് കിട്ടിയത് ഇപ്പൊ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോന്നും എന്നെക്കാളും മുമ്പ് എങ്ങനെയാണ് ഇവനൊക്കെ ഇത്രയും വേഗത്തിൽ പോകുന്നത്? നമുക്കൊന്നും ഇത്രയും വേഗത്തിൽ പറ്റുന്നില്ലല്ലോ. നീണ്ടു തവർന്ന് കിടക്കരുത്, എന്തൊക്കെയാണ് തീരുമോ എന്തോ. എങ്ങനെ നമുക്ക് ശ്രമിച്ചുകൊണ്ടേയിരിക്കാം, വേറെ പണിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ തളർന്നു പോകുമെന്തോ. കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ജംപ് ഡൗൺ ടു ഗെറ്റ് ഇത്രയൊക്കെ കുറെ കേക്ക് അവിടെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ചാടിക്കളയാം. ചാടി കഴിഞ്ഞു. താഴോട്ട് ചാടിക്കൊണ്ടേയിരിക്കുകയാണ്. താഴെ വന്ന് പതിച്ചിരിക്കുകയാണ് ഗൈസ്. നമുക്ക് 745 കേക്ക് കിട്ടിയെന്ന് അവർ പറയുന്നുണ്ട്. നമ്മളിത് അടുത്ത ഇത് കളക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമുക്കിപ്പം വൈറ്റ് വിങ് കളക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ വൈറ്റ് വിങ് കളക്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ എക്വിപ്പ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, നമുക്ക് ആ വൈറ്റ് വിങ്ങും കൊണ്ട് മനോഹരമായിട്ടുണ്ട് എനിക്ക് ആ വൈറ്റ് വിങ്ങും കൊണ്ട് വീണ്ടും നമ്മൾ ക്ലൈംബ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പൊ നമ്മൾ ഓട്ടോ ക്ലൈംബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പൊത്തുകൊണ്ടേ ഇരിക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ. നമ്മളെ കൊണ്ട് നേരിട്ടാണെങ്കിൽ ഇത്രയും ഇതൊക്കെ ഇങ്ങനെ ചാടി കയറാനൊക്കെ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നേരത്തെ പറ്റുന്നില്ല. ഇതിലെങ്കിലും നമുക്ക് ഇതുപോലെ ചാടി കയറിക്കൊണ്ടേ ഇരിക്കാം. ഓരോന്ന് എത്ര നേരത്തെ നമുക്ക് മുമ്പേ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഇങ്ങനെ നല്ല രസമുണ്ട് ഗൈസ്. ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കും. നല്ല രസമുണ്ട് ഗൈസ്. അങ്ങനെ നമ്മളിങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ കേക്ക് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ജംപ് ഡൗൺ ടു ഗെറ്റ് നമുക്ക് 345 350 360 379 കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. 400 പോയിട്ട് ആയിക്കഴിഞ്ഞു ഗൈസ്. നമ്മളിപ്പോ ജംപ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 450 ഒക്കെ കിട്ടും. ഞാൻ ഇപ്പൊ ജംപ് ചെയ്യുകയാണ് ഗൈസ്. ഒന്നൊന്നര വീഴ്ച തന്നെ അത്. നമുക്ക് 699 K ഒക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, നമുക്കപ്പോ ഗിഫ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി പോവാം. നമുക്കിപ്പോ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഡയമണ്ട് വിങ് ആണ് ഗൈസ്. നമ്മളത് എക്വിപ്പ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഡയമണ്ട് വിങ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ആ ഡയമണ്ട് വിങ് സൂപ്പർ ആയിട്ടുണ്ട്. ആ ഡയമണ്ട് വിങ് കൊണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ ടവർ പോയിന്റ് വെച്ച് നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്നൊരു പെറ്റ് എടുക്കാൻ പറ്റുന്നതാണ്. നമുക്കിപ്പോ ഈ പെറ്റിനെ നമുക്ക് ഹാക്ക് ചെയ്ത് നോക്കാം. ഹാക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഗ്രാസ് എൽഫാണ് കിട്ടിയിരിക്കുന്നത്. എപ്പിക് ആണ് കേട്ടോ. എപ്പിക് ആയ ഗ്രാസ് എൽഫാണ് ഗൈസ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ മുത്തുമണികളെ നമ്മൾ ബെസ്റ്റ് തന്നെ നമ്മൾ എക്വിപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്പീഡ് വളരെയധികം കൂടും. നമ്മൾ അതും കൊണ്ട് വീണ്ടും ക്ലൈംബും ചാടുവാനും ഒക്കെ കൂടെ പോവുകയാണ് ഗൈസ്. നമ്മൾ വീണ്ടും ക്ലൈംബിൽ കയറി കഴിഞ്ഞു. നമ്മുടെ സ്പീഡ് വളരെയധികം കൂടിയിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ കൂടെ ഈ സ്പീഡ് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ ഗൈസ്. നമ്മളപ്പോ വളരെ വേഗത്തിൽ മുകളിൽ പൊക്കിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്കൊരു ഫ്രീ ഗിഫ്റ്റ് അവിടെ എനേബിൾ കാണിച്ചിരിക്കുകയാണ്. നമുക്ക് ഫ്രീ ഗിഫ്റ്റ് കൂടെ ക്ലൈംബ് 100x നമുക്ക് പുതിയ ഫ്രീ ഗിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ്. നമ്മൾ അതൊക്കെ കൊണ്ട് വീണ്ടും കയറിക്കൊണ്ടേയിരിക്കുകയാണ് ഗൈസ്. വളരെ വേഗത്തിൽ നമ്മൾ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ സ്പീഡ് വളരെയധികം കൂടിയിട്ടുണ്ട് ഗൈസ്. നല്ല രസമുണ്ട്. ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ സ്പീഡ് 545 550. മുമ്പ് ഈ സ്പീഡ് എത്താൻ വേണ്ടി നമ്മൾ എത്ര കയറണമായിരുന്നു അറിയോ? ഇപ്പൊ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട് ഗൈസ്. നമ്മൾ ടയർഡായി എന്നാണ് കാണിക്കുന്നത്. നമുക്ക് ഇനി ജമ്പ് ചെയ്ത് കളയാം. നമ്മൾ ചാടാൻ പോവുകയാണ്. സ്റ്റാർട്ട് ജംപ്. താഴെ വീണു. നമുക്ക് 690 K ഒക്കെ കിട്ടിയതാണ് അവർ പറയുന്നത്. നമുക്ക് പോയി നമുക്ക് ഇനി അടുത്ത് എന്ത് എനേബിൾ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഗൈസ്, നമുക്ക്
റെയിൻകാർണേഷൻ വിങ്സ് ഇപ്പൊ എടുക്കാൻ പറ്റും. നമ്മളത് എക്വിപ്പ് ചെയ്തിരിക്കുകയാണ്. റെയിൻകാർണേഷൻ വിങ്സും കൊണ്ട് വാ പച്ച വിങ്സ് സൂപ്പർ ആയിട്ടുണ്ട്. വാ നമ്മൾ വീണ്ടും ക്ലൈം ചെയ്യാൻ വാ നമ്മുടെ സ്പീഡ് ഇപ്പൊ വളരെയധികം കൂടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് വേഗത്തിൽ തന്നെ കയറാവുന്നതാണ്. 150 ഒക്കെ നമ്മൾ അടിച്ചു കഴിഞ്ഞു. എഴുതുന്ന അവിടെ പ്ലേസിന്റെ അടുത്ത് ഒരു എത്താറായെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങ് ടോപ്പിലൊരു എത്തി എന്ന് തുടങ്ങിയതാണ് തോന്നുന്നു. നമ്മളിനി എന്ന് അവിടെയൊക്കെ എത്തിച്ചേരുമെന്നും അറിയില്ല ഗൈസ്. എങ്കിലും നമുക്ക് ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. നമ്മളെ കൂടെ തന്നെ വേറെ ആൾക്കാരൊക്കെ ക്ലൈം ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അവരെക്കാൾ വേഗത്തിലൊക്കെ നമുക്കിത് എത്തിച്ചേരേണ്ടതാണ്. നമ്മളിപ്പോ അവിടെ എത്തിയതേ ഉള്ളൂ. RKS ക്രിസ്റ്റിന്റെ കൂടെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമ്മൾ അവരെയൊക്കെ മുകളിൽ എത്തണം. നമുക്ക് വേഗത്തിൽ തന്നെ പോകാവുന്നതാണ്. എന്നാലും നീണ്ടു മുകളിൽ ഒരുപാട് കിടക്കുകയാണ്. നമ്മൾ 750 ഒക്കെ എടുത്ത് 800 ഒക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഒരു ഫ്രീ ഗിഫ്റ്റ് നമുക്ക് എനേബിൾ ചെയ്യാം. നോക്കാം എന്ത് ഗിഫ്റ്റ് ആണെന്ന്. ഓക്കെ, നമുക്ക് 200x നമ്മൾ ക്ലൈം ചെയ്തിരിക്കുകയാണ് ഗൈസ്. നമുക്ക് അങ്ങനെ ഫ്രീ ഗിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ്. നമുക്ക് വീണ്ടും പോവാം. നമ്മൾ ഇപ്പൊ ജംപ് ഡൗൺ ചെയ്യാൻ ഗൈസ് നമുക്ക് 1 മില്യൺ കിട്ടുന്നതാണ് ഇവര് പറയുന്നത്. നമുക്ക് ചാടാൻ നമുക്ക് 1 മില്യൺ അവേഞ്ച് ചെയ്യാം. അപ്പൊ സ്റ്റാർട്ട് ഗൈസ്, വി ജംപ്. താഴോട്ട് വന്നോണ്ടിരിക്കുകയാണ്. പഠിച്ചോനെ താഴെ വീണ് പതിച്ചിരിക്കുകയാണ്. ഓക്കെ, നമുക്കിനി അടുത്ത എന്ത് വിങ്സ് ആണ് അവൈൽ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവാം. ഓക്കെ, ലോക്ക്ഡൌൺ. ഓക്കെ, നമുക്കിപ്പോ വൈറ്റ് ഓറോറ വിങ്സ് എക്വിപ്പ് ചെയ്യാൻ പറ്റും ഗൈസ്. അതിന്റെ ക്ലൈം സ്പീഡ് 175 ആണ് ഗൈസ്. നമ്മളത് എക്വിപ്പ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. നമുക്ക് സൂപ്പർ വിങ്സ് തന്നെയാണ്. ആ സൂപ്പർ വിങ്സ് അതുകൊണ്ട് നമുക്കിനി എഗ് ഹാച്ച് ചെയ്യാം ഗൈസ്. എഗ് ഹാച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. നമ്മൾ ഓട്ടോ ഹാച്ച് കൊടുത്തു. എന്താണ് കിട്ടാൻ പോകുന്നതെന്ന് അറിയാം. നമുക്ക് പാണ്ടയാണ് കിട്ടിയത്. ലെജൻഡറി പാണ്ടയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഒരു എഗ്ഗും കൂടെ ഹാച്ച് ചെയ്ത് നോക്കാം ഗൈസ്. ഓക്കെ, നമ്മൾ നോക്കുകയാണ് ഗൈസ്. നമുക്ക് എന്ത് കിട്ടും? ഗ്രാസ് എൽഫ് നേരത്തെ കിട്ടിയ എപ്പിക്ക് ഗ്രാസ് എൽഫ് തന്നെയാണ് വീണ്ടും കിട്ടിയത്. എങ്കിലും കുഴപ്പമില്ല ഗൈസ്. നമുക്ക് നമ്മളെ ബെസ്റ്റ് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്കിനി എന്ത് ചെയ്യാം? നമുക്കിനി ഒന്നും കൂടെ നമുക്ക് ക്ലൈം ചെയ്യാൻ തുടങ്ങാം. അപ്പൊ നമ്മൾ ക്ലൈംബ് ആൻഡ് ജംപ് ടവർ റോബ്ലോക്സിന്റെ അതാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഗൈസ്, നമ്മൾ ക്വസ്റ്റിൽ നിന്ന് കളിക്കുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ക്ലൈംബ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് 230 ഒക്കെ 320 ഒക്കെ കിട്ടിയെന്നാണ് ഇവര് പറയുന്നത്. നമുക്ക് കയറിക്കൊണ്ടേയിരിക്കാം. നമ്മളത് അവിടെ താഴെ കിടന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇത് മൊത്തം 11 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. നമ്മളിപ്പോഴും 1 കിലോമീറ്റർ പോലും താണ്ടിയിട്ടില്ല ഗൈസ്. നമ്മൾ ഒരു 2 കിലോമീറ്റർ താണ്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ 2 കിലോമീറ്റർ താണ്ടിയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ നമുക്ക് മുകളിൽ കൂടെ കയറിക്കൊണ്ട് പലരും നമ്മളെ മുകളിൽ എത്തിയോ. കുറെ പേര് നമ്മുടെ മുകളിലുണ്ട്. എങ്കിലും നമുക്ക് കയറിക്കൊണ്ടേ ഇരിക്കാം. നമ്മൾ എന്തായാലും ഇത് വിൻ ചെയ്യും ഗൈസ്. എത്രയും വേഗം തന്നെ വിൻ ചെയ്യും ഗൈസ്. നമുക്കിപ്പോ ഇത്രയും വേഗത്തിൽ തന്നെ 1.4 മില്യൺ ഒക്കെ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പം ജമ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കും ഗൈസ്. നമുക്ക് ജമ്പ് ചെയ്യാം ഗൈസ്. നമ്മൾ സ്റ്റാർട്ട് ടു ജമ്പ്. ഓക്കെ, നമ്മൾ താഴെ വീണിരിക്കുകയാണ്. നമുക്ക് 1.72 മില്യൺ തന്നെ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. നമുക്ക് ഏത് വിങ് ആ പൈസ കൊണ്ട് കിട്ടുമെന്ന് നമുക്ക് നോക്കാം ഗൈസ്. 1.72 വിങ് കൊണ്ട് നമുക്ക് നേടാൻ കഴിയുന്നത് ഏതെന്ന് നോക്കാം ഗൈസ്. നമ്മൾ പോവുകയാണ്. ഓക്കെ, നമുക്കിപ്പോ കിട്ടുന്നത് അറോറ വിങ്സ് ആണ്. ഇറ്റ്സ് ക്ലൈംബ് സ്പീഡ് ഈസ് 250 ഗൈസ്. നമ്മളത് എക്വിപ്പ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, നമ്മൾ സക്സസ്ഫുള്ളി ബൈ ചെയ്തിട്ടുണ്ട്. നമുക്കിനി പോവാം, ക്ലൈംബ് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ സ്റ്റാർട്ട്. സൂപ്പർ വിങ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അറോറ വിങ്സ്. നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റൂ ഗൈസ്. ഇല്ല, ഫ്ലൈ ചെയ്യാൻ പറ്റൂ. പക്ഷെ നമ്മളൊന്ന് വളരെ വേഗത്തിൽ ചാടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വളരെ വേഗത്തിൽ തന്നെ നമ്മൾ പോകുന്നുണ്ട്. നമ്മൾ ഏകദേശം ഒരു 2 കിലോമീറ്റർ ഒക്കെ താണ്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇനിയും പോവാൻ ഇഷ്ടംപോലെ ഉണ്ട്. 11 കിലോമീറ്റേഴ്സ് ആണ് നമുക്ക് റീച്ച് ചെയ്യേണ്ടത്. പലരും 8 കിലോമീറ്റേഴ്സ് ഒക്കെ താണ്ടി കഴിഞ്ഞു ഗൈസ്. നമ്മൾ 5 കിലോമീറ്ററിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ 5 കിലോമീറ്ററിന്റെ അടുത്ത് ഇത്ര വേഗം തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു ഗൈസ്. ഓക്കെ, നമുക്ക് ഇപ്പൊ തന്നെ ജംപ് ചെയ്ത് നമുക്ക് 1.7 മില്യൺ ഒക്കെ കിട്ടുന്നതാണ്. നമുക്ക് കുറച്ചും കൂടെ കയറാം. മൈ ഗോഡ്, you are getting tired എന്ന് പറയാം. നമുക്കെങ്കിൽ ചാടാം. നമുക്ക് 2 മില്യൺ ഗൈസ്. 2 മില്യൺ കിട്ടും. നമ്മൾ ജംപ് ചെയ്ത് കഴിഞ്ഞു ഗൈസ്. ഓക്കെ, നമുക്ക് 2.15 മില്യൺ കിട്ടി ഗൈസ്. നമ്മുടെ ബോഡി പോയി നമുക്ക് ഏത് വിങ് ആണ് കിട്ടുന്നതെന്ന് നോക്കാം. നമുക്കിപ്പോ സൈബർ വിങ്സ് ആണ് സുഹൃത്തുക്കളെ കിട്ടിയത്. 310 സ്പീഡാണ് സൈബർ വിങ്സിന്. നമ്മളത് എക്വിപ്പ് ചെയ്ത് കഴിഞ്ഞു ഗൈസ്. നമുക്കിനി പോകാം. നമുക്ക് ക്ലൈം ചെയ്യാം.
വേഗം തന്നെ നമുക്ക് 11 കിലോമീറ്ററിൽ വേഗം തന്നെ എത്തിച്ചേരേണ്ടതാണ്. ഓട്ടോ ക്ലൈംബ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, നമ്മളിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ തന്നെ ഇപ്പൊ പോകാൻ പറ്റുന്നുണ്ട്. ഇറ്റ്സ് വെരി നൈസ്. നമ്മുടെ കൂടെ വന്നുകൊണ്ടിരുന്നവരൊക്കെ ഇപ്പം ഓക്കെ 8 കിലോമീറ്റർ ഒക്കെ താണ്ടി കഴിഞ്ഞു. നമുക്ക് ഇനിയും താണ്ടാൻ കിടക്കുന്നതേ ഉള്ളൂ. ഓക്കെ, നമ്മളതൊക്കെ വേഗം അയച്ചു. ഓക്കെ, ഒരാൾ 11 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞ് ടാർഗറ്റിൽ എത്തിക്കഴിഞ്ഞു ഗായ്സ്. നമ്മളിനി എപ്പോൾ എത്തുമെന്ന് അറിയില്ല, പക്ഷെ നമ്മൾ വീണ്ടും ശ്രമിക്കും. നമ്മൾ വേഗത്തിൽ തന്നെ എത്തിച്ചേരുന്നതാണ്. നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ചാടിക്കഴിഞ്ഞാൽ നമുക്ക് 1.9 മില്യൺ ഒക്കെ അവർ പറയുന്നുണ്ട്. എങ്കിലും നമുക്ക് കുറച്ചുകൂടെ പോകാം. ടയർഡ് ആവുമ്പോൾ പോവാം ഗൈസ്. ടയർഡ് ആവുന്ന ഒരു മാക്സിമം നമുക്ക് മുകളിൽ എത്താം ഗൈസ്. നമ്മുടെ സ്പീഡ് ഇപ്പോൾ വളരെയധികം യു ആർ ഗെറ്റിംഗ് ടയർഡ് എന്ന് പറയുകയാണ്. ഓക്കെ, നമുക്ക് ജമ്പ് ചെയ്യാം. നമ്മൾ ജമ്പ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പം മുത്തുമണികളെ സ്റ്റാർട്ട് ജമ്പ്. നമ്മൾ ചാടി കഴിഞ്ഞു ഗൈസ്. താഴെ എത്താൻ പോവുകയാണ്. 2.84 മില്യൺ കിട്ടിയെന്ന് പറയുന്നു. നമുക്ക് വേഗം പോയി അടുത്ത ഏത് വിങ്സ് കിട്ടുമെന്ന് നോക്കാം. നമ്മൾ കൊത്തോണ്ടിരിക്കുകയാണ്. അടുത്ത നമുക്ക് അബറേറ്റഡ് വിങ്സ് ആണ് പറഞ്ഞത്. ഗൈസ് ഇറ്റ്സ് 423 ആണ് അതിന്റെ സ്പീഡ്. 325K ഉണ്ടെങ്കിൽ നമുക്കത് അവൈൽ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. നമുക്ക് അത്രയും കിട്ടിയത് കൊണ്ട് നമുക്കിപ്പോൾ 10.3 മില്യൺ ആണ് നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് 325K ഉപയോഗിച്ച് നമുക്ക് അത് വാങ്ങാമായിരുന്നു. നമ്മളിപ്പോ എടുത്തിരിക്കുന്നത് മിഡ് മതി. മിഡ് നൈറ്റ് വിങ്സ് ആണെങ്കിൽ 1.5 മില്യൺ വേണം. സ്പീഡ് എന്ന് പറയുന്നത് 560 ആണ്. നമ്മൾ വിങ്സ് എടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞു. നമുക്ക് 1.5 മില്യൺ വിങ്സിന്റെ നമ്മുടെ വിങ്സ് എന്ത് സൂപ്പർ ആയിരിക്കുന്നെന്ന് നോക്കൂ. നമ്മളിതാ ക്ലൈംബ് ചെയ്യാൻ തുടങ്ങി. ഈശ്വര 6 വിങ്സ് ആണ് നമുക്കുള്ളത്. 6 വിങ്സും കൊണ്ട് നമ്മളിതാ ടപ്പടപ്പടപ്പടപ്പടേ നമ്മൾ മുകളിൽ കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നോക്കൂ, നമ്മൾ ഒരുപാട് പേര് 11 കിലോമീറ്റർ ഒക്കെ അച്ചീവ് ചെയ്ത് അങ്ങ് ടാർഗറ്റിൽ എത്തിക്കഴിഞ്ഞു ഗായ്സ്. ഇവരൊക്കെ എപ്പോൾ ഇത്ര വേഗത്തിൽ എത്തിക്കഴിഞ്ഞല്ലോ ഗായ്സ്. നമ്മളും പക്ഷെ പൊക്കോട്ടേ ഇരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ 8 കിലോമീറ്റർ അടുത്ത് ഇപ്പൊ എത്തുന്നതാണ്. നമ്മൾ 8 കിലോമീറ്റർ ടാർഗറ്റ് ഒക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു ഗായ്സ്. നമ്മൾ ഇപ്പൊ തന്നെ ജമ്പ് ചെയ്താൽ തന്നെ നമുക്ക് 2 മില്യൺ ഒക്കെ അവൈൽ ചെയ്യാൻ പറ്റും. നമുക്ക് 8.4 മില്യൺ നമ്മളിപ്പോ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ നമ്മൾ ചാടുന്നില്ല. നമ്മളിത് എത്തി ഗായ്സ്. നമ്മളിതാ 11 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞു. നമ്മൾ ടാർഗറ്റ് എത്തി കഴിഞ്ഞു ഗായ്സ്. വി ഫിനിഷ് സക്സസ്ഫുള്ളി ദിസ് ഗെയിം ഗായ്സ്. നമ്മൾ വളരെ മനോഹരമായിട്ട് ഈ ഗെയിം ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. സക്സസ്ഫുള്ളി ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഗായ്സ്. നമ്മളിപ്പോൾ ജംപ് ഡൗൺ ചെയ്യണമെങ്കിൽ വി ഗെറ്റ് 3.46 മില്യൺ. ഓക്കെ, വി ഗെറ്റ് നമ്മളത് ക്ലെയിം ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഫ്രീ ഗിഫ്റ്റ് ഒക്കെ ക്ലെയിം ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ 1 ടൈം സക്സസ്ഫുള്ളി വിൻ ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, നമുക്ക് The story so high climbing it exhausted me. You made it up here too. So glad to meet you. Here's a souvenir for you. എന്ത് souvenir ആണ് എനിക്ക് വെച്ചിരിക്കുന്നത്? ഓക്കെ, ബഗുവിറ്റ് എന്നതാണ് കേട്ടോ. എന്തായാലും കൺഫേം ചെയ്യുകയാണ് നമ്മളത്. ഓക്കെ, എന്തായാലും അവർ തന്നത് വാങ്ങിച്ചുകൊണ്ട് നമ്മളപ്പം താഴോട്ട് ചാടുകയാണ് ഗൈസ്. 11 കിലോമീറ്ററിന്റെ മുകളിൽ നിന്ന് നമ്മൾ സക്സസ്ഫുള്ളി ചാടി എത്തിയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഗെയിം ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. നമ്മളെ കൂടെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ മുത്തുമണീസിനും ബൈ ബൈ, ചാച്ച. See you next in gaming video.